വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്നത്തേക്കുള്ള വായനഭാഗം സങ്കീർത്തനങ്ങൾ 67 മുതൽ 69 വരെ. ഇന്നത്തെ അല്പസമയ ചിന്തയ്ക്കായി 69-ാം സങ്കീർത്തനം 3-ാം വാക്യം. എൻ്റെ നിലവിളിയാൽ ഞാൻ തളർന്നിരിക്കുന്നു, എൻ്റെ തൊണ്ട ഉണങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ ദൈവത്തെ പ്രതീക്ഷിച്ച് എൻ്റെ കണ്ണ് മങ്ങിപ്പോകുന്നു. സംഗീത പ്രമാണിക്ക് സാരസരാഗത്തിൽ ദാവീദ് എഴുതിയ ഒരു സങ്കീർത്തനമാണ് ഇത്. ഈ തലക്കെട്ട് ചിലപ്പോൾ ഏതെങ്കിലും പ്രത്യേക സംഗീത രാഗത്തെയോ സംഗീത ശൈലിയെയോ സൂചിപ്പിക്കുന്നതോ അല്ലെങ്കിൽ താമരയുടെ ആകൃതിയിലുള്ള ഏതെങ്കിലും സംഗീത ഉപകരണം ഉപയോഗിച്ച് പാടിയതോ ആകാമെന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് തനിക്ക് നേരിട്ട കഷ്ടതകൾ വിവരിക്കുന്നതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിൻ്റെ കഷ്ട അനുഭവങ്ങളെയും പ്രവചനാത്മകമായി വിവരിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഈ പ്രഭാതത്തിൽ സങ്കീർത്തനങ്ങൾ 69-ൽ നിന്നുള്ള ചില ചിന്തകൾ പങ്കുവെക്കട്ടെ. ഒന്നാമതായിട്ട്, മരണതുല്യമായ പ്രതിസന്ധിയിൽ അകപ്പെട്ട സങ്കീർത്തനക്കാരൻ നിസ്സഹായതയിൽ ആയിരിക്കുന്നു. പ്രതിസന്ധിയുടെ മധ്യത്തിൽ അകപ്പെട്ടിരിക്കുന്ന ദാവീദ് തന്നെ മുങ്ങിപ്പോകുന്ന ഒരാളായി ചിത്രീകരിക്കുന്നു. അതിനാൽ തന്നെ രക്ഷിക്കുവാനായി യഹോവയോട് നിലവിളിക്കുന്നു. വെള്ളം തൻ്റെ കഴുത്തോളം എത്തുന്ന അനുഭവത്തെയാണ് ഇവിടെ വിവരിക്കുന്നത്. മാത്രവുമല്ല, ആഴമുള്ള ചേറും ആഴമുള്ള വെള്ളവും കവിഞ്ഞൊഴുകുന്ന പ്രവാഹവുമൊക്കെ തനിക്ക് മരണഭീതി ഉയർത്തുന്നതായി സങ്കീർത്തനക്കാരൻ പറയുന്നു. ഇത്തരം ഭീകരമായ അനുഭവങ്ങളുടെ മധ്യത്തിൽ സങ്കീർത്തനക്കാരൻ ദൈവത്തിങ്കിലേക്ക് നോക്കുകയും സഹായത്തിനായി അവിടെ അപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അദ്ദേഹം നിലവിളിച്ച് തളരുകയും തൊണ്ട വറ്റിപ്പോവുകയും കണ്ണ് മങ്ങിപ്പോവുകയും ചെയ്യുന്നു. ഇവ സൂചിപ്പിക്കുന്നത് സഹായത്തിനായി ദൈവത്തോട് അപേക്ഷിക്കുമ്പോൾ ദൈവിക ഇടപെടൽ ഉണ്ടാകുവാൻ താമസിച്ചു പോകുന്നു എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, വൈകിയാലും ദൈവം തൻ്റെ മക്കളെ കൈവിടുകയില്ല. യെശയ്യാ പ്രവചനം 42-ാം അധ്യായം 3-ാം വാക്യത്തിൽ അവിടെ ഇപ്രകാരം കാണുന്നു: ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയും ഇല്ല എന്ന്. തകർന്നവരെ, ബലഹീനരായവരെ, നിരാശയിലായവരെ ദൈവം തൻ്റെ മക്കളെ ഒരു നാളും കൈവിടുകയില്ല എന്ന ഉറപ്പാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. രണ്ടാമതായിട്ട് നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്, തന്നെ നിന്ദിക്കുകയും വ്രണപ്പെടുത്തുകയും ചെയ്തവരുടെ ഇടയിൽ താൻ നിസ്സഹായനായി പോകുന്ന ഒരു അവസ്ഥ. താൻ അനുഭവിക്കുന്ന വേദനയുടെ ആഴം വർദ്ധിപ്പിക്കുന്നത് കാരണം കൂടാതെ തന്നെ പകയ്ക്കുന്ന ഒരു സംഘമാണ്. ചെയ്യാത്ത കുറ്റങ്ങൾക്ക് താൻ മറുപടി നൽകേണ്ട അനുഭവം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. തൻ്റെ ഹൃദയത്തെ തകർക്കും വിധമാണ് മറ്റുള്ളവർ തന്നെ നിന്ദിക്കുന്നത്. മനുഷ്യ സഹായങ്ങൾ തനിക്ക് ലഭിക്കുന്നില്ല. എന്നാൽ സഹായിക്കുവാൻ ബാധ്യസ്ഥരായവരും തന്നെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. ഇത്തരം പരാതികൾ 30-ാം വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ സ്തുതിയുടെ ശബ്ദമായി മാറുന്നു. ഇവിടെ പരാതികൾ തീർന്നതിനാലോ പ്രശ്നം പരിഹരിക്കപ്പെട്ടതിനാലോ അല്ല, പിന്നെയോ ജീവിക്കുക എന്നാൽ ദൈവത്തെ സ്തുതിക്കുക എന്നാണ് അർത്ഥം. എന്നാൽ ദൈവിക സ്തുതി എന്നാലോ ദൈവിക ബന്ധത്തിൽ ജീവിക്കുക എന്നതാണ്. അതിനാൽ തന്നെ വ്യക്തമായി അറിയുന്ന ദൈവം നമ്മുടെ വേദനകളിൽ നമ്മെ കൈവിടാത്തവനാണ് എന്ന സത്യം ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. തന്നെ നിന്ദിക്കുന്നവരും തന്നെ വ്രണപ്പെടുത്തുന്നവരും തന്നെ പുച്ഛിക്കുന്നവരും തന്നെ തള്ളിപ്പറയുന്നവരും ഒരു വശത്ത് നിൽക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ആ ഒരു ആത്മബന്ധം തനിക്ക് വളരെ ഉറപ്പുള്ള ഒരു കോട്ടയായി തീരുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, നമ്മുടെയും ജീവിതത്തിൽ പലപ്പോഴും മരണതുല്യമായ പ്രതിസന്ധികളിലൂടെ നാമും കടന്നു പോയേക്കാം. നമ്മെ നിന്ദിക്കുന്നവരും നമ്മെ വേദനിപ്പിക്കുന്നവരും നമ്മുടെ ചുറ്റും ഉണ്ടായേക്കാം. എന്നാൽ നമ്മെ അറിയുന്ന ഒരു ദൈവമാണ് നമ്മോടൊപ്പമുള്ളത്. അവനാണ് നമ്മെ വീണ്ടെടുക്കുന്ന ദൈവം. ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് ആശ്രയിക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുന്ന് ഞങ്ങളെ ഉപേക്ഷിക്കുന്ന ദൈവമല്ലല്ലോ. ഞങ്ങളുടെ ജീവിതത്തിൽ മരണകരമായ ഭയാനകമായ അവസരങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവിടുന്ന് ഞങ്ങളെ താങ്ങുന്ന, അവിടുന്ന് ഞങ്ങളെ വീണ്ടെടുക്കുന്ന ഒരു ദൈവമാകുന്നുവല്ലോ. അവിടുത്തെ കരങ്ങളിൽ ആശ്രയിക്കുവാൻ തുടർന്നും ഞങ്ങളെ ഇടയാക്കണമേ. ആമേൻ.